ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ? ഞാൻ പേടിയിട്ടില്ല, അതൊക്കെ ഗുഡ് മോർണിംഗ്. നിങ്ങൾ വീഡിയോ കാണുന്ന വൈകുന്നേരമെങ്കിൽ ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് ഞാൻ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു യാത്ര പോകാൻ പോവുകയാണ്. ഉറക്കം ശരിയായിട്ടില്ല, അതാണ് എനിക്കൊരു കിളി കിട്ടാത്തത്. ചെയ്യാം ഇപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പിറ്റേ ദിവസം ഞാൻ പോകുന്നത്. സോ ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി വന്നേയുള്ളൂ. വന്നപ്പോഴത്തേക്കും ട്രെയിനിൽ ലേറ്റ്. ഇത് പറയാനാണ് ഇത്. ഹായാ ഉറക്കം എടുത്ത വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഉറക്കം വന്നിട്ട് നമ്മൾ അത്രയും എന്താ പറയുക, ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പോകണ വഴിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗണിലാണ്. ട്രെയിൻ ലേറ്റാണ്, 7:30 എത്തത്തുള്ളൂ. ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ചെറിയൊരു ഹിൻ്റ് തരാം, വേണ്ട, നിങ്ങൾ ഗസ് ഏതായിരിക്കും പോകുന്ന സ്ഥലം എന്നുള്ളത് ഗസ് ചെയ്ത് ഞാൻ ട്രെയിനകത്ത് കയറിയിട്ടൊക്കെ വരാം. ഓക്കെ, എൻ്റെ പൊന്നു ശരിക്കും ഉറക്കം വന്നിട്ട് വലിയ രക്ഷയില്ലേ. ട്രെയിനാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റ് 7:00 എത്തുന്ന പറഞ്ഞാൽ ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്തുന്നുള്ളത്. അയ്യോ 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 എന്തിനാകോ എന്തോ. എന്തായാലും കുഴപ്പമില്ല, നമുക്കെന്തായാലും നമ്മൾ കാരണം മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചിട്ട് നമ്മൾ ഒരു എന്താ പറയുക, അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുക, അവരുടെ സ്പെഷ്യൽ ഡേക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉള്ള നൈസായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതിൽ ഞാൻ ടിസ്റ്റ് ആയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പം എങ്ങനെയാകും എന്താകുന്നുള്ള കാര്യം യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. നോ പ്ലാൻസ്. എന്താണ് അവിടെ നിന്ന് അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു സാധനം ഇങ്ങനെ ആ ഒരു സാധനത്തിൽ കൊടുക്കുന്നു, അതാണ് സംഭവം. എന്നാലും ട്രെയിനിൽ പോയി വരുമെന്ന് തോന്നുന്നു. ഞാൻ പോയി ട്രെയിനിൽ കയറിയിട്ടൊക്കെ വരാം. ഓക്കെ, വീണ്ടും ട്രെയിൻ വരുമെന്ന് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും കേട്ട് വരും. ഓക്കെ. ഓക്കെ ഗൈസ്, ട്രെയിൻ വന്നു, ട്രെയിനകത്ത് കയറി. ഇനി നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ട്രെയിനകത്ത് വന്ന് നടക്കുന്നത് ഉറങ്ങേണ്ട സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഇനി അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ഞാൻ വരത്തുള്ളേ. ഓക്കെ, ബൈ. ഒരു നീണ്ട യാത്രയ്ക്ക് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ തിരുവനന്തപുരത്താണ് എത്തിയിരിക്കുന്നത്. അതെ, നമ്മളെ ഞാൻ എന്താ പറയുക, ഇത് റിവീൽ ചെയ്തേക്കാം. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ലാസ്റ്റ് സ്ട്രേഞ്ചർ ബ്ലോഗ് എടുത്തത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്കാണ് നമ്മൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വന്നിരിക്കുന്നത്. അത് അന്ന് നമ്മൾ സ്ട്രേഞ്ചർ ബ്ലോഗ് എടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു അവളുടെ ബയോ നോക്കിയപ്പോഴത്തേക്കും ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ സമയത്ത് തന്നെ കൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാം, അങ്ങനെ സെറ്റ് ചെയ്യാൻ, സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമല്ലോ അന്ന് ഇപ്പോൾ ഉള്ള കാര്യം. അന്ന് എന്തായാലും ഞാൻ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം അറിയാമല്ലോ. അപ്പം ഞാൻ അന്ന് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത്. അപ്പം അങ്ങനെ അതായത് സർപ്രൈസ് എന്ന് വെച്ചാൽ സർപ്രൈസ് അല്ല, ഞാൻ വരുന്ന കാര്യം ഓൾറെഡി അവളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ കൂടെ ടൈം നോക്കണ്ടേ, അവളില്ലെങ്കിൽ പിന്നെ വന്നിട്ട് വെറുതെ മൂഞ്ചിപ്പത്തില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർപ്രൈസ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടോട്ടലി 2 ഗിഫ്റ്റാണ് വാങ്ങിച്ചില്ല. ആദ്യം ഒരു കുണുക്കാച്ചി ഗിഫ്റ്റും പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ഗിഫ്റ്റും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ഈ കുണുക്കാച്ചി ഗിഫ്റ്റ് കൊടുക്കുക. എന്നിട്ട് അവളെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തെന്നൊക്കെ അപ്പോഴല്ലേ അവളെന്തായാലും ഇങ്ങനെ ഇത് തരാൻ വേണ്ടി മാത്രം, ഈ കുഞ്ഞ് ഗിഫ്റ്റ് തരാൻ വേണ്ടി മാത്രം ഇത്ര വന്നു എന്നുള്ള ചിന്താഗതി ഇല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ഗിഫ്റ്റ് കൊടുക്കാം. ഇപ്പം എന്തായാലും ആദ്യം ഞാൻ ആളെ നിന്ന് വിളിക്കട്ടെ, എവിടെയുണ്ട്, എവിടെ നിൽക്കണേ എന്താണെന്ന് ചോദിച്ചിട്ട് ആളെ നിന്ന് കണ്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ വന്ന് പിക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ മ്യൂസിയത്തില്ലേ കനകക്കുന്ന് കയറാൻ വന്നു, ബാക്ക് വഴി കയറാൻ പോയി. അവിടുന്ന് അങ്ങ് അറ്റത്തുനിന്ന് വണ്ടി വെച്ച് ഇത്രയും ദൂരം നടന്ന് പുറകെ കയറാൻ പോയി. സെക്യൂരിറ്റി പറഞ്ഞ് ഇല്ല, ഫ്രണ്ടിൽ കൂടി കയറുന്നത്. നല്ല ഭാഗ്യ. പക്ഷെ നിനക്ക് വേണ്ടി ഒരു സൂര്യൻ വരെ വഴിമാറി തന്നിട്ടുണ്ട്. അതെ, നല്ല മഴയുടെ ലക്ഷണമാണ്. നനഞ്ഞു കുളിക്കാനല്ല, ഒരു വെയിലില്ല. ഒരു സാധാരണ ഞാൻ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു. ചൂടെത്തിയപ്പോഴത്തേക്ക് അധികം വെയിലെന്ന് പറയുന്ന സംഭവം ഇല്ല. അതെന്തായാലും നന്നായി. ബിക്കോസ് നിന്നെ സൂര്യന് അത്ര ഇഷ്ടമുള്ളതാണോ? സൂര്യൻ അത്ര ഇഷ്ടമുള്ളതാണെന്നാണ് അങ്ങനെ ചെയ്യുന്നത്. അയ്യോ, ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ വേണ്ടി, അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഞാനങ്ങ് എറണാകുളം, ഇവളിങ്ങ് ട്രിവാൻഡ്രമാണ്. ബിക്കോസ് ഇവള് എന്തെങ്കിലും പേടിക്കും, ഞാൻ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ഇവക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. സ്ഥിരം ഷൂട്ടുള്ള ആളാ, ഭയങ്കര സെലിബ്രിറ്റിയാ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ വിളിച്ച് പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവള് എന്തെങ്കിലും പരിപാടിക്കകത്ത് പോകും. സോ ഞാൻ വന്നത് വെറുതെ പോകും. അപ്പോൾ എന്താ പറയുക, ഞാൻ വിളിച്ച് പറഞ്ഞ ഇന്നോടെ ഞാൻ വരുന്നുണ്ട്,
എന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. സർപ്രൈസ് ആയി. വൗ. അതായത് അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഇന്ന ദിവസം ബർത്ത്ഡേ ആണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിമൈൻഡർ ഇത് വെച്ച് അല്ല റിമൈൻഡർ ഇട്ട് വെച്ചിരുന്നു ഇങ്ങനെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് വരണം എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ബർത്ത്ഡേ അല്ലേ, ഞാൻ ഇന്ന ദിവസം ഞാൻ വരുന്നുണ്ട്. ബർത്ത്ഡേ അന്ന് എനിക്ക് വരാൻ പറ്റില്ല, ബിക്കോസ് അന്ന് വേറെ പരിപാടി, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പം അതിന് തൊട്ട് തലേ ദിവസം ഞാൻ വരുമെന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന കുറച്ചിട്ട് ഇല്ലാണ്ട് ഞാൻ വന്ന് കഴിഞ്ഞാൽ 3G ആയിപ്പ് കഴിഞ്ഞ കാര്യമുണ്ടോ, അത് അവർക്ക് വിഷമാവും, പിന്നെ ഞാനും ഒരു മതി ആയിപ്പ്. അതാണ് സംഭവം. നമ്മളെന്തായാലും ഇങ്ങനെയൊക്കെ നടന്ന് ഒന്ന് കന്യാകുമാരിൻ്റെ അകത്ത് കീഴിട്ടൊക്കെ വരാൻ. അയ്യോ ഇറ്റ്സ് ടൈം ഫോർ ദ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടോ ഞാൻ എന്തായാലും കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ? ഒരു ചെറിയൊരു ഇത് എക്സ്പെക്റ്റേഷൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഓ മൈ ഗോഡ്, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും ഞാൻ ട്രൈപ്പോഡും സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാൻ. ഞെട്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിത്തെറിക്കും. സീരിയസ്ലി ആണ് ഞെട്ടിത്തെറിക്കും. അതാണ് നോക്കാം. അയ്യോ നിനക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ? സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ചെറിയ കേക്കൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നെ ഒരാൾ തേച്ച് മേഘ അവൾ നാട്ടിൽ പോയിക്കഴിഞ്ഞു. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് എന്താ പറയുക കേക്ക് വെച്ച് നീ പറഞ്ഞില്ലേ ഒരു മറ്റേ റൗണ്ട് കേക്ക് വെച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങനെ സെറ്റാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നേരെ അമ്പലം ഞാനവൾ നേരെ ഇവിടെ വരുന്നു, മ്യൂസിക് തരുന്നു, സെറ്റാക്കുന്നു, നിനക്ക് ഇതാക്കുന്നു. മ്യൂസിയത്തില്ല കണക്കുന്നു വരുന്നത് സെറ്റാക്കുന്ന പ്ലാനാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ സെലക്ട്. സോ ഇറ്റ്സ് ടൈം ടു ക്ലോസ് യുവർ ഐസ്. അയ്യോ നാണം ഒന്ന് കൈ വെക്കുന്നത്. അയ്യോ അടച്ചു വെച്ച്. ഓക്കെ കണ്ണട തുറക്കരുത്. ചെറിയ സാധനം ഞാൻ പറഞ്ഞു. ഓക്കെ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. വലിയ മുതുക്ക് ഗിഫ്റ്റാണ്. നീ ജന്മത്ത് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ച് കാണില്ല. സീരിയസ്ലി പ്രതീക്ഷിച്ചാണ് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ്. ആ തുറന്നോ. മുതുക്ക് ഗിഫ്റ്റ് ഭയങ്കര മുതുക്കല്ലേ. തുറക്കോ സീസേ. പാക്കിംഗ് കൊണ്ട് കണ്ടൊന്നും പറയരുത്. ഇന്ന് രാത്രി എങ്ങനെയൊക്കെയാ ഉറക്കപ്പിച്ചിട്ട് പാക്ക് ചെയ്തത്. ഇവിടുന്ന് ഇങ്ങനെ പാക്ക് ചെയ്യണ്ട. സിമ്പിൾ. ഇവിടുന്ന് ഇങ്ങനെ ഭരിച്ചാ പോരെ. സിമ്പിൾ പരിപാടി. ആ ഇപ്പൊ മാലയില്ല സെറ്റ്. എനിക്ക് മാലയില്ല, അതുകൊണ്ട് മാല മേടിച്ചേക്കാണ്. ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മോതിരം. ഗിഫ്റ്റ് കുറച്ചൊരു ബാഗ് ഇറങ്ങി കേട്ടോ. ഞാനിതൊന്നിടട്ടെ. ഒരു മാല ഇടാൻ പറഞ്ഞ വാടേ. ആ കറക്റ്റ് സെറ്റ്. നീ അടുത്ത് വന്നേ നോക്കട്ടെ. വാവ് കിടില്ലേ. എൻ്റെ സെലക്ഷനൊക്കെ ഇത്ര നല്ലതായിരുന്നു. കിടില സാധനം. കിടില സാധനം. എങ്ങനെയുണ്ടായിരുന്നു മുതുക്ക് ഗിഫ്റ്റ്? എനിക്ക് സൂക്ഷിച്ചേക്കാം. ഓക്കെയാണോ നീ? പിന്നെന്താ സെറ്റായിരുന്നോ ഗിഫ്റ്റ്? ഒരു ഇപ്പൊ അവള് മനസ്സിലേക്ക് ഒരു മാറാണ് ഈശ്വരി എറണാകുളത്ത് ട്രെയിൻ പിടിച്ച് വന്ന് ഇത്ര ഇതാക്കിയത്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇവിടെ മേടിക്കുന്നതല്ല. സെറ്റല്ലേ? ബർത്ത്ഡേക്ക് ഇതുപോലെ ഗിഫ്റ്റ് ആയിരുന്നു. വെറൈറ്റി ആണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യണം. എന്നാലും വെറൈറ്റിയാ സെറ്റാ. ഓക്കെ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കൽ സംരംഭം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് അടുത്ത ഫുഡ് കഴിക്കാൻ വിശക്കാൻ. മരുന്ന് കഴിക്കാണ്ടിരിക്കും. മരുന്ന് കഴിക്കാനുള്ള വേറെ എനിക്ക് എന്തോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാത്തതിനാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. മരുന്ന് കഴിച്ചിട്ട് എടാ നീ നിനക്ക് ഇതുവരെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റുകൾ വെച്ചിട്ട് എന്തൊക്കെ ഇതുവരെ കിട്ടിയ ഗിഫ്റ്റുകളില്ലേ? എങ്ങനത്തെയൊക്കെയായിരുന്നു? എനിക്ക് ചോക്ലേറ്റ് 24 ചോക്ലേറ്റ് 24 ചോക്ലേറ്റ്. വേറെ എനിക്ക് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒരു ജീൻസും ഒരു ഡയറി മിൽക്കും കിട്ടി.
അതായത് ഫ്രണ്ട്സ്. വാ നൈസ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി എവിടെ ഉണ്ട് സ്ഥലം? ലേലൂർ. കുറെ നൈസ് സ്ഥലം കേട്ടോ, നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, പച്ചപ്പായിട്ടുള്ള സ്ഥലം. അപ്പം നമ്മളെന്തായാലും പാട്ട് ഇറക്കണം ബാക്കി, അതൊക്കെ നമുക്ക് ഫുള്ള് ബ്ലോഗ് പറ്റില്ല. ഫുഡ് കഴിച്ചിട്ട് തരാം. ഓക്കെ. ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാണ് പോണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടെങ്കിലും പോവാം, ഭൂമി ഉരുണ്ടയാണല്ലോ. എവിടെയെങ്കിലും വെച്ച് കാണാം. എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് അടുത്ത് നമുക്ക് വരാം. വീണ്ടും നമ്മൾ കറങ്ങി തിരിച്ച് എവിടെ എത്തിയിരിക്കുന്നു? കന്യാകുമാരി. എങ്ങനെ ഇത് മറ്റേ നമ്മൾ സ്റ്റേഡിയത്തിൽ പോകുമ്പോഴാണ് എവിടെ കറങ്ങി തിരിഞ്ഞാൽ അവസാനം വരുന്നത് സ്റ്റേഡിയത്തിലാണ്. അതുപോലെ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പോയിരിക്കുന്നു കന്യാകുമാരി. എന്ത് ചെയ്യാനാണെന്ന് ആലോചിക്കുന്നത്. വാട്ട് യു തിങ്ക്? എന്താണെന്നൊക്കെ തോന്നുന്നു. ഞാനാ ഈ ഒരു കുഞ്ഞു സാധനം തരാൻ വേണ്ടി ഇവിടം വരെ വന്നതിനെ പറ്റി വളരെ നല്ല അഭിപ്രായം. അല്ല, ഐ റിയലി അപ്രീഷിയേറ്റ്. നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഇനിയും നല്ല നല്ല ഇതുപോലത്തെ സാധനങ്ങൾ തരാൻ വേണ്ടി അവിടെ നിങ്ങൾ തരണം. ഞാൻ ഭയങ്കര എന്തോ ആധികാരികമായിട്ട് എന്തോ സാധനം പ്രതീക്ഷിച്ചാണ്, പക്ഷേ നോ യൂസ്. ഒരു യൂസ് ഇല്ലാണ്ടായി. എന്ത് ഞാൻ നീ എന്തെങ്കിലും പറയുമായിരിക്കുന്നു സാധാരണ. അല്ല, ഞാൻ പറയട്ടെ, ഇത്ര ഒരാള് എഫേർട്ട് ഇട്ട് അതും എറണാകുളത്ത് നിന്ന് ഇവിടെ വരണമെങ്കിൽ അത് നമ്മൾ കാണാതെ പോകരുത് ഗൈസ്. എല്ലാവരും പറയാതെ പോകരുത്. മനസ്സാരും കാണാതെ പോകരുത്. നല്ല മനസ്സിന്റെ സംഭവം അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എഫേർട്ടിന്റെ അല്ല, ഞാനിങ്ങനെ ചെയ്യാനൊരു മോട്ടീവ് ആണല്ലോ. നമ്മൾ ചെയ്യാനുള്ള മോട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും എടാ ഇപ്പം നീയായിട്ട് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഷെനായുടെ കല്യാണത്തിലാണ്. ഷെനായുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ വ്ളോഗ് എടുത്ത് കഴിഞ്ഞിട്ടും എങ്ങനെയായിരുന്നു, ഭയങ്കര ഇതായി, നമ്മൾ ഭയങ്കര കണക്റ്റായി. എല്ലാ കാര്യങ്ങളും ഏകദേശം ഇവക്കിപ്പോൾ എന്താ പറയുക, റീൽസിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് ചോദിക്കും. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, എടാ ഇന്ന പോലെ ഇപ്പോൾ ഈ സോങ് ട്രെൻഡാണ്, ഈ ടൈപ്പ് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെയെന്ന് പറയും. ഇപ്പം ഞാൻ നമ്മുടെ ജോബിനെ സെറ്റ് ആക്കി കൊടുത്തു. കൂട്ടുവാണെങ്കിൽ ജോബിനെ സെറ്റ് കൊടുത്താണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ അവളുടെ പ്രൊഫൈലിലേക്ക് നോക്കിയാൽ മതി, ദേവിക പി എന്നുള്ള പ്രൊഫൈലിലേക്ക് നോക്കിയാൽ മതി. അതങ്ങനെ. പിന്നെ നമ്മൾ അറിയാമല്ലോ, ഞാനൊരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ടെൻഷനാവില്ല, എന്തിനും മണ്ടത്തരം കാണിച്ചു വിടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇന്നപോലെ ചെയ്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും നിൽക്കുമ്പോഴും, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയുക, വിളിക്കുന്ന വൺ ഓഫ് ദി പേഴ്സൺസിൽ ഒരാളാണ്. എനിക്ക് ഒരാളല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്നെ പണ്ട് മുതലേ കണ്ടുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് അങ്ങനെ എത്രയും ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ബർത്ത്ഡേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. വാഹിദിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കാ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ടീമിനാണ്. ഷിഫിൻ, ലൂക്കാച്ചൻ, അംജു, വിഷ്ണു, ഷോർട്ട് ഗേള്, നിതിന്, നമ്മൾ ഇത്രയും പേരാണ് നമ്മൾ എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകുന്നത്. അപ്പോൾ അവന്മാർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനെതിരെ ഒന്നെങ്കിൽ അവരവരുടേതായ തിരക്കുകളിലേക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ കാണത്തില്ലായിരിക്കും. എന്തൊക്കെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അവന്മാർക്ക് വേണ്ടി ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്ക് വാഹിദിന് ചെയ്തിട്ടുണ്ട്, വാഹിദിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ എൻ്റെ ഗേൾസിൻ്റെ ഫ്രണ്ട്സ് ജെഫിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, നിധിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അതുപോലത്തെ ഒരാളാണ് ഇവൾ. കണ്ട കറക്റ്റ് സമയത്ത് ചൂടും. ഇന്നല്ലേ ഇവളുടെ ബർത്ത്ഡേ, അത് ആക്ച്വലി നാളെയാണ് അവളുടെ ബർത്ത്ഡേ. ഞാനിന്ന് വീഡിയോ വന്നതിൻ്റെ അന്നാണ് ഇവളുടെ ബർത്ത്ഡേ. വീഡിയോ വരുന്ന ദിവസമാണ് ഇവളുടെ ബർത്ത്ഡേ. അതായത് ഇന്ന് രാത്രിക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പം വീഡിയോ വരുന്നതിൻ്റെ അന്നാണ് ഇവളുടെ ബർത്ത്ഡേ. അപ്പം ഇതുവരെ ഞാൻ സംഭവം പറഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓൾ യുവർ വിഷസ് കം ട്രൂ. ഈ വർഷമെങ്കിലും നല്ലപോലെ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് വളർന്നു വരട്ടെ. വളർന്ന് നല്ല രീതിക്ക് നല്ല നല്ല റീൽസുകൾ ചെയ്യട്ടെ, നല്ല കൊളാബ്സുകൾ കിട്ടട്ടെ. താങ്ക് യു പറയും. ഞാൻ വിളിച്ച് പറയാം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോണില്ല, ആലോചിക്കണം. എല്ലാരെയും ഒപ്പിച്ച് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കണ്ടന്റ് ക്രിയേറ്ററാണ് ഞാൻ. കുഞ്ഞ് കണ്ടന്റ് ക്രിയേറ്ററാണ്, പക്ഷെ ഫോണിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അതായത് ഫോൺ എടുക്കാൻ സാഹചര്യമില്ല. ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ വർക്കിന് പോകണമെങ്കിൽ ഫോണില്ല. അങ്ങനെ സിറ്റുവേഷൻ ആയിട്ട് നിൽക്കണം.
അങ്ങനത്തെ മൊത്തത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനായിട്ട് നിൽക്കും. അതിലും ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആളെ. യെസ്, നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. യെസ്, അതെ, ആരും കാണാതെ പോകരുത്. കാണുന്നുണ്ടല്ലോ 15,000 പേരൊക്കെ ഒരു റീല് കാണുന്നുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്ക്. 15,000 പേര് പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോരം ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ട്. 15,000 പേര് പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് 1000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ എന്തോരം പേരുണ്ട്? 1000 പേരുണ്ട്. 1000 പേരുണ്ട്. അങ്ങനെ ചിന്തിക്കണം. 1000 പേരിൻ്റെ വീഡിയോ ഉണ്ട്. അങ്ങനെ ചിന്തിക്കണം. നമ്മളൊരിക്കലും നേരെ ഉൾട്ടടിച്ച് ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് സൈഡായിട്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നേരത്ത്. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൗൺ ആവുന്നില്ലല്ലോ. ഡു യു തിങ്ക് എന്താ ഞാൻ ഈ ചെറിയ ഗിഫ്റ്റ് വേണ്ടി മാത്രം ഇവിടെ വന്നതിനെ പറ്റി അങ്ങനെ വിചാരിക്കുന്നില്ല. എന്തെങ്കിലും എനിത്തിങ് എൽസ്? എനിത്തിങ് എൽസാ? അതെന്താ അങ്ങനെ വെച്ചാൽ എനിത്തിങ് എൽസ്? അല്ല, എനിക്കെന്തോ തോന്നുന്നു. എങ്ങനെ തോന്നുന്നു? എന്തോ എൻ്റെ മനസ്സ് പറയുന്നു. നിന്റെ മനസ്സിലെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ എനിക്കറിഞ്ഞൂടാ. അല്ല, ഞാൻ നിനക്ക് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ നിനക്ക് ഗിഫ്റ്റിന് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വലിയ സാധനമൊന്നുമല്ല, ചെറിയ സാധനം. സാധനം ഞാൻ പറഞ്ഞത് ആ കുഞ്ഞു സാധനം തന്നത്. പിന്നെ ഇനി എന്ത് തരാനാണ്? ഇനി എന്ത് ഒരു കാര്യം. ഓക്കെ, ഞാൻ ഇനിയിപ്പം ഇവളാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ മാറി നിൽക്കാൻ പോവാ. ഞാൻ ക്യാമറ വെച്ചിട്ട് ഞാൻ മാറി നിൽക്കാൻ പോവാ. എന്നിട്ട് ഞാൻ എന്ത് പറയണം? നിനക്ക് എന്താണോ, അതായത് ഓക്കെ ഈ സംഭവം ഞാൻ ചെയ്തല്ലോ, ആ സംഭവത്തിനെ പറ്റിയിട്ട് എന്താണ് നിനക്ക് പറയാനുള്ളത്? ആ സംഭവം നീ പറയാം. ചേട്ടനോടല്ലേ പറയണ്ടേ? എന്നോട് പറയുന്നേക്കാൾ നല്ലത് എൻ്റെ ഓഡിയൻസിനോട് പറയുന്നല്ലേ. ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഇപ്പം മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെടുത്ത എഫേർട്ടിനെ പറ്റി ആ ആൾ പറയുമ്പോഴത്തേക്കും അതും ഓഡിയൻസ്, എൻ്റെ വീഡിയോസ് കാണുന്ന ഞാൻ വീഡിയോ എടുക്കുന്ന എന്തിനാ? ഓഡിയൻസ് കാണാം. ആ ഓഡിയൻസോട് കേൾക്കുമ്പോഴത്തേക്കും നല്ലല്ലേ? അവരാദ്യമേ കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന സോറി എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുമല്ലോ. ഓക്കെ, അവരെ കൂടെ കേൾക്കുന്നത് നല്ലതല്ലേ? ഓക്കെ, 3, 2, 1 ഞാൻ മാറാൻ പോകണം. ബാക്കി നീ സംസാരിച്ചോ. നിനക്ക് വിട്ടു വന്നിരിക്കാൻ ബാക്ക് മൊത്തം പൊടിക്കണം. അപ്പോൾ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഒരാൾ പോയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ കാര്യം പറയാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ട് എന്താ പറയുക, ഷേണായി ചേട്ടൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് കാണുന്നു, ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, അത്ര തന്നെ. അതിനുശേഷം ഞങ്ങൾ സ്ട്രേഞ്ചർ വ്ളോഗിലാണ് വരുന്നത്. സ്ട്രേഞ്ചർ വ്ളോഗ് എടുത്ത ദിവസം ഒരു ദിവസം ഫുള്ളുണ്ടായിരുന്നു ഞാൻ ചേട്ടൻ്റെ കൂടെ. അന്ന് കുറേ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. അപ്പോൾ എന്നെ കൂടുതൽ ഇതിലോട്ട് എന്ന് വെച്ചാൽ ഈ കണ്ടൻറ് ക്രിയേഷനിൽ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കും, ചേട്ടാ എന്താ ചെയ്യേണ്ടത്? ഇത് എഡിറ്റിങ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ റീൽസിൻ്റെ കേസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഗിഫ്റ്റ് ചെറുതാണോ വലുതാണോ അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. ആ ഒരു എഫേർട്ട്, ആ ഒരു സമയം നമുക്ക് വേണ്ടി ഒരാളിങ്ങനെ എടുക്കുന്നത്, അതിലൊക്കെയാണ് ചേട്ടൻ ഒരുപാട് പേർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനും അതുപോലെ വൺ ഓഫ് ദ പേഴ്സൺ ആണ് ചേട്ടൻ്റെ ആ ഒരു അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരു പേഴ്സൺ ആവാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലെ ഒരു ഗിഫ്റ്റ് തന്നു, അത് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഇനി വേറെ എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്കതിലൂടെ പ്രസംഗിക്കാൻ എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ എൻ്റെ പറയണ്ട ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇതിൽ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഞാൻ ചേട്ടനെ വിളിക്കും, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്താ ഘോരമായിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് എന്തരാണെന്ന് ദൈവം തമ്പുരാനെ അറിയാം. എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ പറയാം. ഒരൊറ്റ മാല കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കുന്നതാണ് ആ മുഖത്ത് കാണുന്നത്. ഒരൊറ്റ മാല. അതെ, നീ അല്ലല്ലോ കാര്യം. ആ ഒരു എഫേർട്ട്, ആ ഒരു സമയം, അതൊക്കെ അല്ലേ എനിക്കത് മതി. അത് മതിയാ? എന്നാ പിന്നെ
ബെത്തുക്ക് ബെത്ത് പിടി. എന്താ നോക്ക് ഓപ്പൺ സീസേ. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ലാഗാക്കാന്ന് വിചാരിച്ചാൽ, പക്ഷെ നീ എഫേർട്ട് എന്ന് പറഞ്ഞ കാരണം അത്ര വലിയ സ്റ്റാർ വാല്യൂ ഉള്ള സാധനം എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതേപോലെ മഗ്ഗോ ജഗ്ഗോ ഇന്ദ്രൻ തന്നെ ഞാൻ മഗ്ഗ് ജഗ്ഗ് വാങ്ങിക്കാനായിട്ട് ഇന്നലെ രാത്രിക്ക് ഇരുന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ഗസ് എന്തായിരിക്കും എന്നുള്ളത് കുലുങ്ങുന്നു. എന്താണ് ഗസ്? വല്ല ഇതുപോലെ ഷോപ്പീസല്ലോ തന്നെ. ഷോപ്പീസ് അല്ലേ ഒരാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്? എനിക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട് ഷോപ്പീസൊക്കെ. ഷോപ്പീസാ? ഷോപ്പീസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാ ഉണ്ട്, കിട്ടത്തില്ലേ? അവിടെ ബർത്ത്ഡേക്ക് ഒരാൾക്ക് കൊടുക്കുന്ന പറയുമ്പോഴത്തേക്കും എപ്പോഴും എന്തെങ്കിലും വാല്യൂ ഉള്ള സാധനം വേണം കൊടുക്കാൻ. ഞാനങ്ങനെ ചിന്തിക്കാറുള്ളത്. ആളെ ഇത് നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ആൾക്കാരുടെ ഇതനുസരിച്ചൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ പണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനർ ഇറങ്ങിയായിരുന്നു അവൾ. അപ്പോൾ അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് എന്തുമായിരുന്നു? ഇതായിരുന്നു, പെൻസിൽ ബോക്സ്. ഷോർട്സിൽ കിടപ്പുണ്ട്, കണ്ടിട്ടുണ്ട്. ഷോർട്സിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ ഒരു റൗണ്ട് കളർ ഞാൻ തന്നെ അൺബോക്സ് ചെയ്ത് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ടാവും. എനിക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്താ പെട്ടി? Oh God. T-Rexന്റെ വാച്ച്. നശിപ്പിക്കരുത്. ഒന്ന് തുറക്കാൻ നോക്കിയത്. സിമ്പിൾ ആയിട്ട് തുറക്കണം. അത് നിനക്ക് വേണേ എവിടെയും കൊടുത്ത ഇതാക്കാം. ഒരു പൊടിക്ക് ടൈറ്റ് ചെയ്യേണ്ടി വരും. ഒരു പൊടിക്ക് ടൈറ്റ് ചെയ്യേണ്ടി വരും. ഓപ്പണിങ് ചെയ്ത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ ഇത് നീ വീട്ടിൽ പോയിട്ട് പൊളിച്ചാൽ മതി, വേറെ അതാക്കണ്ട. മറ്റേ കൂടെ പൊളിച്ചിട്ട് ഇതാക്കിയാൽ മതി. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അത് ഇത് റോൾഡ്. ഇത് എന്തൊരു പിങ്ക് പറയുമല്ലോ ഇതിന്? റോസ് ഗോൾഡ്. റോസ് ഗോൾഡ് പിങ്കിൻ്റെ വാച്ചാണ്. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പ്രോഡക്റ്റ് ലിങ്ക് സേഫ് ആക്കി. Did you expect? No. നിനക്ക് ഫസ്റ്റ് ആ മാല വന്നപ്പോൾ എന്താ തോന്നിയത്? എന്തോ ഒന്ന് തോന്നാൻ. ആ മാലയ്ക്ക് വേണ്ടിയാണ് അവർ വന്നു നിർത്താ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല നോമി, അയ്യോ ഇങ്ങനെ ഒരു മാല തരാൻ വേണ്ടി ഇത്രയും ദൂരം വരെ വന്നു. നമ്മള് ഗിഫ്റ്റിലല്ലല്ലോ. അല്ലല്ല ഗിഫ്റ്റിലല്ല. നോർമലി ഒരാൾ ചിന്തിക്കൂലേ? അങ്ങനെ ചിന്തിച്ചില്ല. അല്ലടാ, ഇതിപ്പം വേറൊരാൾ, നീ ഇപ്പൊ വിരിച്ചിട്ട് പറയേ എനിക്ക് ഈ മാല ഗിഫ്റ്റ് കിട്ടുന്നത്, ഒരു മാല തരാൻ വേണ്ടി ചേട്ടൻ വരെ വന്നു ഇങ്ങനെ അന്തിക്കത്തില്ലേ? ആര് സാധനം വന്നതെന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. നിനക്ക് ഉറപ്പ് കിട്ടുമെന്ന് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇതല്ല, ഞാൻ പറഞ്ഞ വേറെ ഒന്നെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് മീൻസ് ഡ്രസ്സ് വല്ലതും മേടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇത് കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സ്റ്റുഡിയോയിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഓക്കെ, അതെനിക്കറിയില്ല. അത് ഡ്രസ് ഷോപ്പിൽ കയറുമ്പോൾ നീ ആ എക്സ്പെക്ടേഷൻ വെക്കും, അവിടെ ആ എലമെന്റ് പോവും. അതാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഞാൻ വിചാരിച്ചില്ല. അതാണ് ഹാപ്പി അല്ലേ? അതാണ്. ഓക്കെ ഗൈസ്, നമ്മളിനി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോയിട്ട് കേട്ടാ ഒരു പ്ലാൻ ചെയ്തില്ല. എവിടെയെങ്കിലും ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങി വെയിൽ തരുമ്പോൾ എവിടെയെങ്കിലും പോയി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇവള് ഇന്ന് സത്യം പറഞ്ഞാൽ MOT പോയിരുന്നാണ്. ആട് 3 പ്രൊമോഷൻ വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പോയിരുന്നാണ്. അവിടെ ആരും വരുന്നില്ല. അത് കാരണം വീട്ടിൽ പോകണം. നടന്ന് നമ്മൾ MOT എത്തി. തെന്നിത്തിരിഞ്ഞ് വേറെ എവിടെ പോകുമ്പോഴല്ല തെന്നിത്തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് 8:30ക്കാണ് ട്രെയിൻ. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം സമയം ഒരു 6 മണി കഴിഞ്ഞുള്ളൂ, 6:30 അപ്പോൾ അത്ര നേരം സമയം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ ഒരു 7:45 ആകുമ്പോൾ നേരെ ട്രെയിനിൽ കയറി ഇവിടുന്ന് ഊബറൊക്കെ പിടിച്ച് നേരെ ട്രെയിനും പിടിച്ച് നേരെ പോകാമെന്ന് വിചാരിച്ചു. ഡിന്നർ നമ്മൾ ബർഗർ കിങ്ങിന് കഴിച്ച് ഈ ബർത്ത്ഡേ ഡിന്നറും പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ അങ്ങനെ പരിപാടിയിലെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇനി അവളുടെ സിസ്റ്ററും അവളുടെ ഫ്രണ്ട്സും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വരുന്നു. ഞാൻ നേരെ തമ്പാനേക്ക് പോകുന്നു.
ട്രെയിനിൽ കയറുന്നു, തിരിച്ചിറങ്ങണം പോകും. അപ്പോൾ നീ ഹാപ്പി അല്ലേ? ഹാപ്പി. പെർഫെക്റ്റ്. യെസ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. നിൻ്റെ എല്ലാ ഡ്രീംസും നല്ല കൊള്ളാസും കാര്യങ്ങൾ പിടിച്ച് അക്കൗണ്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഒരു 100K ലെവലിൽ തെറ്റെ. ഓക്കെ, അത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ. അപ്പം കൊള്ളാം, നൈസായിരുന്നു, ഓക്കെ ആയിരുന്നു. പറയാനുള്ളതിൽ പറയണ്ടല്ലോ, അതൊക്കെ മതി. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക, ആനന്ദം കണ്ടെത്തുക ഇതൊക്കെ ഇതിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം.